بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فما توفيقي إلا بالله عليه توكلت وإليه أنيب. ജാമിഅ വഹദിയ അറബിയ വജ്ര ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന ഇസ്ലാം 60 പ്രഭാഷണങ്ങൾ എന്ന പരമ്പരയിലെ 34ാമത് ഭാഷണമാണ് സാമൂഹിക സുരക്ഷ ഇസ്ലാമിക നിർദ്ദേശങ്ങൾ എന്ന ശീർഷകത്തിൽ ഇവിടെ സംസാരിക്കുന്നത്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു സാമൂഹിക ക്ഷേമ സങ്കല്പം എങ്ങനെയായിരിക്കും എന്നാണ് ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ഇസ്ലാമിനെ സമഗ്രമായി പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ നിഖില മേഖലകളും ഇസ്ലാം സ്പർശിക്കുന്നു എന്നതും കൂടി ഇസ്ലാമിന്റെ പ്രത്യേകതയായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വിഷയം തിരഞ്ഞെടുത്തത്. ഏതൊരു പൗരന്റെയും ദൈനംദിന ജീവിതം പ്രയാസങ്ങളില്ലാത്തതായിരിക്കുക എന്നതാണ് അടിസ്ഥാനപരമായ ആവശ്യം. അതുകൊണ്ട് തന്നെ ഓരോ പൗരന്റെയും ജീവൻ, അഭിമാനം, സ്വത്ത് എന്നിവക്ക് വളരെ വലിയ പരിഗണനയും സംരക്ഷണവും ഉറപ്പുവരുത്തുകയും ഭക്ഷണം, താമസം, ചികിത്സ, വിദ്യാഭ്യാസം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യുക എന്നത് ഒരു ഭരണകൂടത്തിന്റെ പ്രാഥമികവും അനിവാര്യവുമായ ധർമ്മമാണ്. ഇസ്ലാം ഭരണവ്യവസ്ഥ ശക്തമായി ആവശ്യപ്പെടുന്നതും ഉയർത്തിപ്പിടിക്കുന്നതും അത്തരത്തിലുള്ള മാനവിക നിയമങ്ങളാണ്. സാമ്പത്തിക സ്ഥിതിയെ അടിസ്ഥാനമാക്കി ഇസ്ലാം ജനങ്ങളെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. അതിദരിദ്രർ, ദരിദ്രർ, സമ്പന്നർ എന്നിവരാണവർ. ചില സാഹചര്യങ്ങളിൽ സമ്പന്നരെ തന്നെ ഇടത്തരക്കാർ, സമ്പന്നർ, അതിസമ്പന്നർ എന്നും വേർതിരിക്കാറുണ്ട്. ഉപജീവിതത്തിന് യാതൊരു മാർഗവുമില്ലാത്ത ഫഖീർ, സ്വന്തം വരുമാനം കൊണ്ട് ജീവിത ചെലവുകൾ തികയാതെ വരുന്ന മിസ്കീൻ തുടങ്ങി സമൂഹത്തിലെ അശരണരായ ആളുകൾക്ക് സകാത്തിൽ നിന്നും പൊതുഫണ്ടിൽ നിന്നും സഹായത്തിന് അവകാശമുണ്ട്. ഇവർക്ക് പെൻഷൻ അനുവദിക്കാനും വ്യവസ്ഥയുണ്ട്. കേവലം താൽക്കാലിക സഹായം നൽകുന്നതിലുപരി സകാത്ത് വീതം ഉപയോഗിച്ച് ഇവർക്ക് തൊഴിലുപകരണങ്ങളോ കടമുറികളോ മറ്റ് ജീവിതോപാധികളോ നൽകി സ്വയം പര്യാപ്തരാക്കുകയാണ് ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥ ചെയ്യുന്നത്. ഓരോ പ്രദേശത്തെയും സമ്പന്നരിൽ നിന്നും ശേഖരിക്കുന്ന സക്കാത്തും പൊതുഫണ്ടും ഉപയോഗിച്ച് സമൂഹത്തിന്റെ താഴെ തട്ടിയിലുള്ളവരെ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനം ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കടബാധ്യതകളും സാമൂഹിക അസമത്വത്തിന് കാരണമാകുന്നുണ്ടല്ലോ. ഈ സാഹചര്യത്തിലാണ് ഇസ്ലാമിക സക്കാത്ത് സമ്പ്രദായം വലിയൊരു ആശ്വാസമാകുന്നത്. സക്കാത്തിന്റെ അവകാശികളിലെ ഒരു വിഭാഗമാണ് കടക്കാർ എന്ന വിഭാഗം. കടം മൂലം ബുദ്ധിമുട്ടുന്നവരെ ഈ സഹായത്തിലൂടെ കരകയറ്റാനും അവർക്ക് സമൂഹത്തിൽ മാന്യമായ ഒരു ജീവിതം തിരിച്ചു പിടിക്കാനും സാധിക്കുന്നു. ഇത് കേവലം ഒരു സാമ്പത്തിക സഹായം മാത്രമല്ല, മറിച്ച് മനുഷ്യരുടെ അന്തസ്സ് സംരക്ഷിക്കുന്നതും സമൂഹത്തിൽ സാമ്പത്തിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതുമാണ്. ഇതിനെല്ലാം പുറമെ ദാനധർമ്മങ്ങൾക്ക് വലിയ പ്രോത്സാഹനം നൽകിക്കൊണ്ട് സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ കൈപിടിച്ചുയർത്താൻ ഇസ്ലാമിക വ്യവസ്ഥയ്ക്ക് സാധിക്കുന്നുണ്ട്. അഥവാ മനുഷ്യ, നീ മറ്റുള്ളവർക്ക് നൽകി, ഞാൻ നിനക്ക് നൽകാമെന്ന് അള്ളാഹു പ്രഖ്യാപിക്കുന്നതായി ഇമാം ബുഖാരി ഉദ്ധരിച്ച പ്രശസ്തമായ ഒരു ഹദീസിലുണ്ട്. ഇത്തരത്തിൽ ദാനധർമ്മങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഖുർആൻ സൂക്തങ്ങളിലും പ്രവാചക വചനങ്ങളിലും ആകൃഷ്ടരായി വിപുലമായ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളുടെ മുൻപന്തിയിൽ തന്നെ മുസ്ലിം സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ വഖഫ് സംവിധാനത്തിലൂടെ നിരന്തരമായി ലഭിക്കുന്ന വരുമാനം അനാഥർ, പാവപ്പെട്ടവർ പോലോത്ത അർഹരായവർക്ക് കൃത്യമായി ലഭിക്കുന്നതിലൂടെ സാമ്പത്തിക സുരക്ഷാ വലയം തീർക്കാൻ ഈ മതത്തിന് സാധിക്കുന്നുണ്ട്. സ്ത്രീ സംരക്ഷണം എന്നത് എല്ലാ സമൂഹങ്ങളിലും നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണല്ലോ. എന്നാൽ ഈ വിഷയത്തിൽ വളരെ കൃത്യവും പ്രായോഗികവുമായ ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. സ്ത്രീകൾ സ്വന്തമായി അധ്വാനിച്ച് കുടുംബം പുലർത്തേണ്ട യാതൊരുവിധ ബാധ്യതയും ഇസ്ലാമിക നിയമപ്രകാരം അവർക്കില്ല. പകരം അവർക്ക് പൂർണ്ണമായ സംരക്ഷണം ഉറപ്പാക്കുക എന്നത് പുരുഷന്മാരുടെയും സമൂഹത്തിന്റെയും ഉത്തരവാദിത്തമായാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്നത്. വിധവകൾ, സംരക്ഷിക്കാൻ ആരുമില്ലാത്ത സ്ത്രീകൾ എന്നിവർക്ക് പൊതുഖജനാവിൽ നിന്നും കൃത്യമായ പെൻഷനും ജീവിത വിഭവങ്ങളും ഉറപ്പാക്കണമെന്ന് ഇസ്ലാം നിർദ്ദേശിക്കുന്നു. ഭർത്താവിനൊപ്പം ജീവിക്കുമ്പോൾ തന്നെ സ്ത്രീയുടെ സുരക്ഷിതത്വവും അന്തസ്സും ഉറപ്പാക്കുന്നതിനുള്ള കൃത്യമായ അവകാശങ്ങൾ ഇസ്ലാം നൽകുന്നുണ്ട്. ഭാര്യയ്ക്ക് ആവശ്യമുള്ള ഭക്ഷണം അവളുടെ പൂർണ്ണ ഉടമസ്ഥതയിൽ തന്നെ നൽകാൻ ഭർത്താവ് ബാധ്യസ്ഥനാണ്. ഭക്ഷണം പാകം ചെയ്യാൻ ആവശ്യമായ സാമഗ്രികളും മാന്യവും സുരക്ഷിതവുമായ താമസ സൗകര്യവും നൽകുക എന്നത് ഓരോ ഭർത്താവിൻ്റെയും നിർബന്ധിത കടമയാണ്.
ഭർത്താക്കന്മാരുടെ സാമ്പത്തിക സ്ഥിതിയെ പരിഗണിച്ച് ദരിദ്രർ, ഇടത്തരക്കാർ, സമ്പന്നർ എന്നിങ്ങനെ തരംതിരിച്ചാണ് ഇസ്ലാം ഈ അവകാശങ്ങളെ വിഭജിച്ചിരിക്കുന്നത്. ഒരു ഭർത്താവിന് തന്റെ ഭാര്യയുടെ ഈ അവകാശങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ സാധിക്കാതെ വരികയാണെങ്കിൽ അത്തരം ദാമ്പത്യത്തിൽ നിന്നും നിയമപരമായി തന്നെ വിവാഹമോചനം നേടി സ്വതന്ത്രയാകാനുള്ള പൂർണ്ണ അവകാശം സ്ത്രീക്കുണ്ട്. ഏതൊരു സമൂഹത്തിന്റെയും സുരക്ഷിതത്തിന് മികച്ചൊരു ഭരണ സംവിധാനം അത്യാവശ്യമാണല്ലോ. നിശ്ചിത ദൂരപരിധിക്കുള്ളിൽ അഥവാ 132 കിലോമീറ്ററിൽ ഓരോ ന്യായാധിപന്മാരെ നിശ്ചയിക്കണമെന്നും അതിലൂടെ ഓരോ പൗരന്റെയും പരാതികൾക്ക് പരിഹാരം കണ്ടെത്തണമെന്നും ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. പൗരന്മാരുടെ അവകാശങ്ങളും സുരക്ഷിതത്വവും ഉറപ്പാക്കാനാണ് ഈ സംവിധാനം. സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന കൊലപാതകം, മോഷണം, വ്യഭിചാരാരോപണം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് കർശനമായ ശിക്ഷാ നടപടികൾ നടപ്പാക്കിക്കൊണ്ട് ഇസ്ലാം ജനങ്ങളെ സുരക്ഷയൊരുക്കുന്നു. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മൂല്യമുള്ള വസ്തുക്കൾ മോഷ്ടിച്ചുവെന്ന് ബോധ്യപ്പെട്ടാൽ കുറ്റവാളിയുടെ കൈപ്പത്തി മുറിച്ചു മാറ്റാനാണ് ഭരണകൂടത്തോട് കൽപ്പിക്കുന്നത്. ഇത്തരം കഠിനമായ ശിക്ഷകൾ നേരിടേണ്ടി വരുമെന്ന ഭയം ഒരാളെയും ഇത്തരം തെറ്റുകളിലേക്ക് അടുപ്പിക്കില്ല എന്നതാണ് ഈ കർശന നിയമങ്ങളുടെ ലക്ഷ്യം. അടിമത്തം ലോകമെമ്പാടും സ്വാഭാവികമായ ഒരു സാമൂഹിക വ്യവസ്ഥിതിയായി നിലനിന്നിരുന്ന കാലത്താണ് ഇസ്ലാം കടന്നു വരുന്നത്. ഈ വ്യവസ്ഥയെ ഒറ്റയടിക്ക് നിരോധിക്കുന്നതിന് പകരം തികച്ചും പ്രായോഗികവും മാനവികവുമായ മാർഗങ്ങളിലൂടെ അതിനെ ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കാനാണ് ഇസ്ലാം ശ്രമിച്ചത്. അടിമകളുള്ള സമൂഹത്തിലും അവരില്ലാത്ത സമൂഹത്തിലും പാലിക്കേണ്ട വ്യക്തമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ അത് പഠിപ്പിച്ചു. അടിമകളെ മോചിപ്പിക്കുന്നത് ഏറ്റവും വലിയ പുണ്യകർമ്മങ്ങളിൽ ഇസ്ലാം ഉൾപ്പെടുത്തി. മാത്രമല്ല, അബദ്ധത്തിലുള്ള നരഹത്യ, സത്യം ലംഘിക്കൽ തുടങ്ങിയ പല തെറ്റുകൾക്കുമുള്ള നിർബന്ധിത പ്രാശ്ചിത്തമായി അടിമയെ മോചിപ്പിക്കുക എന്ന നിയമം കൊണ്ടുവന്നു. ഇതിലൂടെ ഒട്ടനവധി മനുഷ്യർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിനാൽ ഈ ലോകത്തു നിന്നും അടിമത്തം നീങ്ങിയതിൽ ഇസ്ലാമിക നാഗരികതയ്ക്കും വലിയ പങ്കുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇന്ന് ലോകത്ത് കാണുന്നത് പോലെ യുദ്ധത്തടവുകാരെ കാലാകാലം തടവറകളിലിട്ട് പീഡിപ്പിക്കുന്ന ക്രൂരമായ അടിമത്തത്തെ, ബാഹ്യ അടിമത്തത്തെ ഇസ്ലാം അനുശാസിക്കുന്നില്ല. യുദ്ധത്തിലെല്ലാം നഷ്ടപ്പെട്ട തടവുകാർക്ക് അവരുടെ സംരക്ഷണം ഏറ്റെടുക്കുന്ന ഒരു മുസ്ലിമിന്റെ കൂടെ ജീവിക്കാനുള്ള അവകാശം ഇസ്ലാം നൽകി. അവരുടെ ശേഷിക്കപ്പുറമുള്ള ജോലികൾ ചെയ്യിച്ച് അവരെ ബുദ്ധിമുട്ടാക്കരുതെന്നും കർശനമായി നിർദ്ദേശിച്ചു. ഉപസംഹാരമായി പറയട്ടെ, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സാമൂഹിക ക്ഷേമ സങ്കല്പം കേവലം ഒരു സിദ്ധാന്തമല്ല, മറിച്ച് പൗരന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ, സ്ത്രീ സുരക്ഷ, സാമ്പത്തിക സന്തുലിതാവസ്ഥ, കുറ്റകൃത്യങ്ങൾ ഇല്ലാത്ത സമാധാന അന്തരീക്ഷം എന്നിവ ഉറപ്പു നൽകുന്ന സമഗ്രമായ ഒരു ജീവിത പദ്ധതിയാണ്. ഭരണകൂടവും വ്യക്തികളും ഒരുപോലെ ഈ സുരക്ഷാ വലയത്തിന്റെ ഭാഗമാകുമ്പോൾ മാത്രമേ യഥാർത്ഥ മാനവികത പുലരുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വജ്രജൂബിലി പ്രഭാഷണ പരമ്പരയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ദുആ വസിയത്തോടുകൂടെ ഞാൻ നിർത്തുന്നു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.